പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ AEWൻ്റെ ഓൾ ഔട്ട് 2024 എന്ന പേപ്പർ വ്യൂവിൻ്റെ ചില സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് നിലവിലെ AEWൻ്റെ ഇൻ്റർനാഷണൽ ചാമ്പ്യനായ വിൽ ഓസ്പ്രേ ഇപ്പോൾ AEWയിലേക്ക് പുതുതായി വന്നിട്ടുള്ള ഫോർമർ WWE റെസ്ലർ ആയിരുന്ന റിക്കോഷെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മെയിൻ ഇവൻ്റ് മത്സരത്തെ സംബന്ധിച്ചാണ്. ബ്രയാൻ ഡാനിയൽസൺ എന്ന AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ നിലവിലെ TNT ചാമ്പ്യനായ ജാക്ക് പെറി എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരം അതിഗംഭീരമായിരുന്നു. മത്സരത്തിൽ ജാക്ക് പെറിയെ ഒരു ബ്രൂട്ടലായിട്ടുള്ള മത്സരത്തോടു കൂടി ബ്രയാൻ ഡാനിയൽസൺ പരാജയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ കിൽ ഷോട്ട്, മുൻപ് ലൂച്ചാസോറസ് എന്ന് അറിയപ്പെട്ടിരുന്ന റെസ്ലർ വന്നിട്ട് ബ്രയാൻ ഡാനിയൽസനെ ഒരു കിക്ക് കൊടുത്തുകൊണ്ട് ആക്രമിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ വേണമെങ്കിലും AEWൻ്റെ വേൾഡ് ടൈറ്റിൽ ഷോട്ട്, അതായത് മാച്ച് ചോദിച്ച് എടുക്കാമെന്നുള്ള ആ ഒരു കോൺട്രാക്റ്റ് കിട്ടിയ ക്രിസ്ത്യൻ കേജ് എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലറിൻ്റെ ഒരു എൻട്രൻസ് അങ്ങോട്ടേക്ക് വരുന്നു. ആ ഒരു സമയത്ത് തന്നെ ബ്രയാൻ ഡാനിയൽസനെ സേവ് ചെയ്യുന്നത് പോലെ ജോൺ മോക്സ്ലിയും ക്ലൗഡിയ കാസ്നോളിയും പാക്കും വില്ലറിയൂട്ടയും ആ റിംഗ് സൈഡിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവരൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ട് പേടിച്ച് ക്രിസ്ത്യൻ കേജും ടീമും ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബ്രയാൻ ഡാനിയൽസനും ജോൺ മോക്സ്ലിയും ഇവരൊക്കെ BCC എന്ന് പറയുന്ന ബ്ലാക്ക്പൂൾ കോമ്പാക്റ്റ് ക്ലബ് എന്ന ഫാക്ഷനിലെ അംഗങ്ങളാണ്. അപ്പോൾ ബ്രയാൻ ഡാനിയൽസനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഒരുമിച്ച് വന്നത്. എന്നിട്ട് റിംഗിൽ കയറി മത്സരത്തിൽ വിജയിച്ച ആ ഒരു സെലിബ്രേഷൻ ഇവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ക്ലൗഡിയ കാസ്ട്രോളി പെട്ടെന്നൊരു അപ്പർ കട്ട് ബ്രയാൻ ഡാനിയൽസനെ ചെയ്യുന്നുണ്ട്. ബ്രയാൻ ഡാനിയൽസിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു ഞെട്ടലിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിലൂടെ ജോൺ മോക്സ്ലി ബ്രയാൻ ഡാനിയൽസൻ്റെ കഴുത്തിൽ ഇടുന്നുണ്ട്. എന്നിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുറച്ച് മിനിറ്റുകൾ അങ്ങനെ പോയി. പെട്ടെന്ന് തന്നെ വില്ലറിയൂട്ട സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വില്ലറിയൂട്ടയെ പാക്ക് പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ BCC എന്ന് പറയുന്ന ടീമിലെ വില്ലറിയൂട്ട എന്ന് പറയുന്ന റെസ്ലർ ഒഴികെ ബാക്കി എല്ലാവരും ബ്രയാൻ ഡാനിയൽസനെ ആക്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജോൺ മോക്സ്ലി, ക്ലൗഡിയ കാസ്നോളി, പാക്ക്, അതുപോലെ തന്നെ മെറീന ഷെഫർ തുടങ്ങിയവരൊക്കെ ചേർന്ന് ഒരു പുതിയ ടീം രൂപീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന അവർ നൽകിയിട്ടുണ്ട്. വില്ലറിയൂട്ട ബ്രയാൻ ഡാനിയൽസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്തായാലും ക്ലൗഡിയ കാസ്നോളിയുടെ ആ ഒരു ടേൺ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ജോൺ മോക്സ്ലി ഒരു വില്ലൻ ആകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ മുൻപത്തെ ഡൈനാമിറ്റിൽ നൽകിയിരുന്നു എന്നുണ്ടെങ്കിലും ഈ ക്ലൗഡിയ കാസ്നോളിയും BCC എന്ന് പറയുന്ന ടീമും ഒറ്റയടിക്ക് ബ്രയാൻ ഡാനിയൽസിനെതിരെ തിരിയുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഷോക്കിങ്ങും അതുപോലെ തന്നെ സർപ്രൈസുമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് നമുക്കിന്ന് ഈ ഒരു മത്സരത്തിന് ശേഷമുള്ള സെഗ്മെൻറ്റുകളിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ പങ്കുവെക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റ് ഈ ഓൾ ഔട്ട് പേപ്പർ വ്യൂവിൻ്റെ മെയിൻ ഇവൻ്റ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഇതൊരു ലൈറ്റ്സ് ഔട്ട് അൺസാങ്ഷൻഡ് സ്റ്റീൽ കേജ് മത്സരമായിരുന്നു. ഹാങ്മാൻ ആദം പേജും സെർവിസ് സ്ട്രിക്ലാനും തമ്മിലുള്ള മത്സരം. ഇവരുടെ സ്റ്റോറി അതിഗംഭീരമായിരുന്നു. ആ അതിഗംഭീര സ്റ്റോറിക്ക് അതിഗംഭീരമായിട്ടുള്ള മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹാർഡ് കോർ ലെവലിലെ ഒരു എക്സ്ട്രീം ലെവലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു വീടൊക്കെ പണിയാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രിക്ക്, ഒരു കട്ട അവിടെ കൊടുന്നിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ട് റെസ്ലേഴ്സും പരസ്പരം മൂവ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൂവൊന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നടു ഒടിഞ്ഞു പോകും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്സാണ് രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ടും ദേഹത്ത് കുത്തുന്നുണ്ട്. സ്റ്റാപ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ദേഹത്ത് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് തലയിൽ കുത്തുന്നുണ്ട്. അവസാനം സ്റ്റീൽ ചെയർ കൊണ്ട് തലയിൽ അടിച്ചുകൊണ്ട് നോക്കൗട്ടായ സെർവിസ് സ്ട്രിക്ലാനിനെ കണ്ടിട്ടാണ് റഫറി ആ മത്സരം തന്നെ അവസാനിപ്പിക്കുന്നത്. അത്രയും ബ്രൂട്ടൽ ലെവലിലായിരുന്നു മത്സരം. ഹാങ്മാൻ ആദം പേജിൻ്റെ ഒരു സെലിബ്രേഷനോട് കൂടി ഓൾ ഔട്ട് എന്ന് പറയുന്ന പേപ്പർ വ്യൂ അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. ഓൾ ഔട്ട് പേപ്പർ വ്യൂ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.